വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പോലെ നമുക്കറിയാം ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലി ലോകമെമ്പാടും പരന്ന് സ്പ്രെഡായിരിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ഈ ലൈവ് ചാറ്റിൽ എനിക്കറിയാം ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഹാർവസ്റ്റ് ടിവിയുടെ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നിങ്ങൾ ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നതെന്ന് ഈ സമയത്ത് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ കൊച്ചിയിൽ നിന്നായിരിക്കാം, ബട്ട് ചിലപ്പോൾ തിരുവനന്തപുരത്ത് നിന്നായിരിക്കാം, ചിലപ്പോൾ ഇന്ത്യയിലെ വേറെ സ്റ്റേറ്റിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ വേറൊരു ടൈം സോണിൽ നിന്നായിരിക്കാം. ഓസ്ട്രേലിയയിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന വ്യക്തികളുണ്ട്, അവിടെ ഈ സമയത്ത് ഉച്ചയായിരിക്കാം. അപ്പോൾ തന്നെ US, UK തുടങ്ങിയുള്ള പല കൺട്രീസിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന വ്യക്തികളുണ്ട്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന വ്യക്തികളുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നിങ്ങൾ ലൈവ് ചാറ്റിൽ മെൻഷൻ ചെയ്യുക. വി ലവ് ടു സീ who all are responding. Amen. God bless you. അപ്പോൾ തന്നെ ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ നിങ്ങൾക്ക് അതിലിടാം. നിങ്ങൾക്ക് ബ്രദർ ഡാമിൻ മെസ്സേജ് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു വേർഡ് നിങ്ങൾക്ക് എൻകറേജിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമേൻ, ഹല്ലേലൂയ എന്നൊക്കെ ലൈവ് ചാറ്റിൽ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മെസ്സേജിന്റെ പോയിന്റ്സ് നിങ്ങൾക്ക് ലൈവ് ചാറ്റിലേക്ക് ഇടാം. ചില ആൾക്കാർ ലൈവ് കഴിഞ്ഞിട്ട് കോമന്റ് ബോക്സിൽ നിങ്ങൾ മെസ്സേജിന്റെ നോട്ട്സ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒത്തിരി പേർക്ക് അനുഗ്രഹമാണ്. ആമേൻ. സോ നിങ്ങൾക്കും അതുപോലെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ തന്നെ പ്രത്യേകമായി പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ലൈവ് ചാറ്റിൽ ഇടാം. നമ്മുടെ ശുശ്രൂഷകന്മാർ ഈ സമയത്ത് ഓൺലൈനായിട്ടുണ്ട്. വി ആർ ഹിയർ ടു പ്രേ ഫോർ യു ആൻഡ് ഗോഡ് വിൽ സർട്ടൻലി ഡു മൈറ്റി മിറക്കിൾസ്. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്കൊരു പ്രൈം സ്പോൺസറാണ് ഉള്ളത്. വി ഹാവ് എ വെൽ വിഷർ ഫ്രം കൊച്ചിൻ. താങ്ക് യു സോ മച്ച് ബ്രദർ ഫോർ സ്പോൺസറിങ്. ഇന്ന് മകൻ ഇമ്മാനുവലിന്റെ ജന്മദിനമാണ്. വി together bless Emmanuel and we wish him a happy birthday. നമുക്ക് ഒരുമിച്ച് ഇമ്മാനുവലിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകന്റെ ആത്മീയമായ വലിയ വളർച്ച ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത തലത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ബർത്ത്ഡേയിൽ തന്നെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ദൈവത്തിന്റെ വലിയ പ്രൊട്ടക്ഷൻ മകന്റെ മേലുണ്ടാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇമ്മാനുവലിനെ ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലി മെമ്പേഴ്സ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഫാദർ, ലെറ്റ് ഹിം ബി ബ്ലെസ്ഡ് ഇൻ all areas, Father. ജീവിതത്തിൽ വരൾച്ച അനുഭവിക്കുന്ന സമയങ്ങളിൽ പോലും ദൈവത്തിൽ നിന്ന് ഉള്ള ജീവ നദിയിൽ നിന്ന് കുടിക്കുവാനും അതിൻ്റെ ഭാഗമായി തീരുവാനും അത് ഇമ്മാനിൽ നിന്ന് ഒഴുകുവാനും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലെസ് ചെയ്യുന്നു കർത്താവേ. അപ്പോൾ തന്നെ നമുക്കൊരു കോ സ്പോൺസർ ഉണ്ട്, സിസ്റ്റർ ജാസ്മിൻ ഉദയ് ഫ്രം ബാംഗ്ലൂർ. സെപ്റ്റംബർ 24 ജാസ്മിൻ ഉദയ് സിസ്റ്ററിന്റെ വിവാഹ വാർഷികമായിരുന്നു. ബിലേറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ് സിസ്റ്റർ ജാസ്മിൻ. നമുക്ക് ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സിസ്റ്ററിന്റെ ലൈഫിൽ. അപ്പോൾ തന്നെ കുടുംബജീവിതത്തിൽ ദൈവത്തിന് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലത്ത് സകല പ്രശ്നങ്ങളും മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ 2 മക്കൾക്കും അഭിഷേകവും ദൈവകൃപയും നിറഞ്ഞ് വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേസ് എപ്പിസോഡ്. നിങ്ങൾക്കും ഇതുപോലെ ദൈവവേലയുടെ ഒരു ഭാഗമായി തീരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്, കോൺടാക്ട് ചെയ്താലും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഇന്ന് ദുബായിൽ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. ബ്രദർ ഡാമിയൻ ശുശ്രൂഷിക്കുന്നതാണ്. സോ അതിലേക്ക് ദുബായ് UAE എല്ലാ വ്യക്തികളും ഞങ്ങൾ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യുന്നു. നമുക്ക് ഇന്ന് നമ്മുടെ ഹീലിംഗ് ക്രൂസൈഡ് നടക്കുന്നു 7 മണിക്ക് ഇന്ത്യൻ ടൈമിൽ. നമ്മുടെ ഇവിടെ കൊച്ചിൻ ബ്ലെസ്സിംഗ് ചർച്ച നടക്കുന്നത്, അതിലേക്കും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. സോ ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് വചന സന്ദേശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ഭാരങ്ങൾ നമ്മെ താഴേക്കിരുത്തും, തൂവലുകൾ നമ്മെ ഉയരങ്ങളിലേക്ക് പറപ്പിക്കും. എന്തെൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഞാനങ്ങ് പറയുക നിങ്ങളോട്. കൊച്ചു കൊച്ചു വിഷയങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളായി മാറാം. ചില പെൺകുട്ടികൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു, അങ്കിൾ എൻ്റെ പ്രശ്നം ചെറിയ ചെറിയ രോമങ്ങൾ ഇങ്ങനെ വരുന്നു, പുരുഷന്മാരെ പോലെ. അതിങ്ങനെ എടുത്ത് കളഞ്ഞ് ആ ഒരൊറ്റ കാര്യം ഈ പെൺകുഞ്ഞുങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഹോർമോണിൻ്റെ പ്രശ്നമൊക്കെ ആയിരിക്കാം. ആൺകുട്ടികൾക്കുള്ളതുപോലെ ചെറിയ രോമങ്ങൾ ഇവിടെ വരുന്നു. അത് മാത്രം ഇങ്ങനെ ബോദർ ചെയ്ത് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇടയ്ക്കിടയ്ക്ക് അത് ഷേവ് ചെയ്യുക, അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ് ചെയ്യുക. അതോർത്ത് ഈ ഒരു കാര്യം മാത്രം, ആ ഭാരം ഇങ്ങനെ 24 മണിക്കൂറും ചിന്തിച്ച് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ കഴിയാതെ ആ ലൈഫ് ഭാരം നിമിത്തം ഇങ്ങനെ ഇരുന്ന് പോകും.
ചിലർക്ക് പ്രശ്നം അവരുടെ ഫേസ് ഇഷ്ടമല്ല. ഉദ്ദേശിച്ച ഫേസ് അല്ല, ഉദ്ദേശിച്ച കളറല്ല, ഉദ്ദേശിച്ച ഉയരമല്ല, ഉദ്ദേശിച്ച വണ്ണമല്ല. നല്ല വണ്ണമുള്ളവർക്ക് ഒറ്റ ആഗ്രഹമുള്ള മെലിയണം. ഭയങ്കര മെലിയുന്നവർക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഒന്ന് ശരിയായ ഒന്ന് പുഷ്ടി വെച്ച് ഒരു നല്ല ഫിഗറായിട്ട് മാറണം. ഇതെല്ലാം നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പലതിനെ ചൊല്ലിയുള്ളതാണ്. ഒത്തിരി പേരുടെ ജീവിതത്തിലുള്ള മറ്റൊരു പ്രശ്നമാണ്, പഠിക്കുന്ന കാലത്ത് വളരെ ഫോക്കസ്ഡായി പഠിക്കുന്നില്ല. ആ സമയത്ത് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് സമയം കളഞ്ഞ് പരീക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടി പിന്നെയുള്ള ജീവിതകാലം മുഴുവൻ പഠിച്ചിരുന്ന സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ എനിക്കിത് സംഭവിക്കില്ലായിരുന്നു. പിന്നെയുള്ള ജീവിതകാലം മുഴുവൻ ഈ റിഗ്രറ്റിലാണ് ജീവിക്കുന്നത്. മറ്റു ചിലർക്ക് നല്ലൊരു വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയേനെ, എൻ്റെ ഫ്രണ്ട്സൊക്കെ അവൻ്റെയൊക്കെ വീട്ടിൽ അവൻ്റെ ഡാഡിയും മമ്മിയൊക്കെ ഏത് ലെവലില്ല, ഞാനൊക്കെ ഇങ്ങനെ കിടക്കുക, എന്നെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉയരാൻ കഴിയും. പലരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന സീക്രട്ട് ഫ്രസ്ട്രേഷൻസ്, അത് നിമിത്തം അവരുടെ ആ ഭാരം നിമിത്തം അവരിങ്ങനെ താഴേക്ക് ഗുരുത്വാകർഷണം പോലെ ഉയരാൻ കഴിയാതെ താഴേക്ക് പുൾ ചെയ്ത് അവരുടെ ജീവിതത്തെ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നാൽ തൂവലുകളുണ്ടെങ്കിൽ അഥവാ ചിറകുകളുണ്ടെങ്കിൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയും. വെയിറ്റ് എത്ര ഉണ്ടെങ്കിലും ശക്തിയേറിയ ചിറകുണ്ടെങ്കിൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയും. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഉയരങ്ങളിലേക്ക് പറക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. സോ യെശയ്യാവിൻ്റെ പുസ്തകം 40:31 പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അതിൻ്റെ പശ്ചാത്തലമെല്ലാം വെച്ച് വളരെ 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 ഗഹനമായൊരു സംഭവം എൻ്റെ പുറകിൽ കിടപ്പുണ്ട്. അത് ഞാൻ ഇന്നതിലേക്ക് പോകുന്നില്ല, മറ്റൊരിക്കൽ ഞാനതിനെക്കുറിച്ച് പറയാം. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ, ദൈവത്തെ കാത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ, നാടൻ ഭാഷയിൽ അല്ലെങ്കിൽ ഡൗൺ ടു എർത്ത് ലാംഗ്വേജിൽ പറയുവാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവർ, പ്രാർത്ഥിച്ച് പ്രത്യാശിക്കുന്നവർ, പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടുകൂടെ ദൈവം അവസ്ഥകളെ മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ ചിറകടിച്ച് കയറും. ചിറകടിച്ച് അവർ കയറും. അപ്പോൾ എത്ര ഭാരം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ഒന്ന്, ഈ ബേർഡൻ ലിഫ്റ്റർ ജീസസ് നമ്മളോടൊപ്പം ഉണ്ട്. ബേർഡൻ ലിഫ്റ്റർ ജീസസ് എന്ന് വെച്ചാൽ ഭാരങ്ങൾ എടുത്തു മാറ്റുന്ന കർത്താവ്. മത്തായി സുവിശേഷം 11 28, 29, 30 വചനങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ. ഭാരം ചുമക്കുക എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ലോഡിങ് അൺലോഡിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോഡൗണിൽ വലിയ ഭാരങ്ങളൊക്കെ ചുമക്കുന്നവരെ കുറിച്ചാണോ? നോ. നിത്യജീവിതത്തിൽ മനസ്സിൽ വരുന്ന, ഹൃദയത്തിൽ വരുന്ന ഭാരങ്ങൾ എത്ര ഹൊറിബിളാണെന്നറിയാം. കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ പോലും നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ബോധർ ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണം ഞാൻ പറയാം. കുഞ്ഞിന് സുഖമില്ല. 3 വയസ്സുള്ള കുഞ്ഞിന് കുറച്ച് ദിവസമായിട്ട് വയ്യ, നല്ല ടെമ്പറേച്ചർ, ചെസ്റ്റ് കൺസഷൻ ഉണ്ട്, നല്ല പനിയാ. അതുപോലെ മാതാപിതാക്കളുടെ ഹൃദയം മുഴുവൻ ഭാരം കൊണ്ട് നിറഞ്ഞില്ലേ? ഓ മൈ ഗോഡ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ സീസണിലൊക്കെ ഒരു ദിവസം എത്രയോ പേരുടെ മെസ്സേജുകൾ എനിക്ക് ലഭിക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി. മെയിൻ തിങ് ഈസ്, കുഞ്ഞുങ്ങൾക്ക് വയ്യ, പനി, പരീക്ഷ സീസണാണ്, എങ്ങനെ പരീക്ഷ എഴുതും? മാതാപിതാക്കളുടെ അകത്ത് അതൊരു വലിയ ഭാരമായി മാറുകയാണ്. അയ്യോ, പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പരീക്ഷ എഴുതാൻ പോയാലും പഠിക്കാതെ ആണ് എഴുതുന്നതെങ്കിൽ റിസൾട്ട് എന്തായിത്തീരും? ഭാവി എന്തായിത്തീരും? അടുത്ത റിസൾട്ട് അഡ്മിഷൻ കിട്ടുമോ? മനസ്സിലാവുന്നുണ്ടോ? ആ ഒരൊറ്റ കാര്യം മാത്രം നമ്മളെ ഇങ്ങനെ ഭാരപ്പെടുത്തി നമ്മളെ താഴത്തേക്ക് ഇരുത്തിക്കൊണ്ടിരിക്കും.
അപ്പോൾ ഞാൻ ഒരു വചനം ഒന്ന് വായിച്ചോട്ടെ. നിങ്ങൾ ബൈബിളൊന്ന് തുറന്നേ. പലരുടെയും മൊബൈലിൽ തന്നെ ബൈബിളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാഡ്ജറ്റുകളുണ്ട്. ഒന്നുമല്ല, വേദപുസ്തകത്തിൻ്റെ കോപ്പി കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഡിജിറ്റൽ കോപ്പി ഉപയോഗിക്കുന്നേ ഉള്ളൂ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ നമുക്കൊന്ന് നോക്കാം. അവിടെ പറയുന്നത്, therefore, since we are surrounded by such a great cloud of witnesses, let's throw off everything that hinders and the sin that so easily entangles. Let's run with perseverance the race marked out for us. എൻ്റെ മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പറയുന്നതനുസരിച്ച് സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നു. ആരാണ് ഈ സാക്ഷികൾ? 11-ാം അധ്യായം, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാർ എന്ന് വിളിക്കപ്പെടുന്നവരുടെ ഒരു വലിയൊരു പട്ടിക ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് അവരുടെ പ്രത്യേകത, ദേ ഫിനിഷ് ദെയർ റേസ്. അവരുടെ ഓട്ടം ഓടി തികച്ചു, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അങ്ങനെ ഫിനിഷ് ചെയ്ത എന്ന വിശ്വാസത്തിൻ്റെ ജീവിതം ഫിനിഷ് ചെയ്ത, ദൈവത്തിന് വേണ്ടി ജീവിച്ച് ഫിനിഷ് ചെയ്ത. ഞാൻ ഇടയ്ക്കൊന്ന് സുല്ലിട്ട് നിങ്ങളോട് പറയുക, ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? എൻ്റെ കണ്ണിലോട്ട് നോക്കിക്കൊണ്ട് പറയും, ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? എൻ്റെ ബ്രദറെ 2 പിള്ളേരുണ്ട്. ആ പിള്ളേരെ ഓർത്തിട്ട് ഞാൻ ജീവിക്കുക. എൻ്റെ ഭർത്താവിനെ ഓർത്തിട്ടാണ് എന്നെ ചത്തേനെ. ഈ പിള്ളേർക്ക് ആരുമില്ലാതെ, അതുകൊണ്ട് മാത്രം ഞാൻ ജീവിക്കും. മറ്റുള്ളവരോട് ചോദിക്കുക, എന്തിനാണ് ജീവിക്കുന്നത്? ബ്രദറെ, എനിക്കൊരു സ്വപ്നമുണ്ട്. സ്വപ്നം എന്ന് പറഞ്ഞാൽ എനിക്കൊരു IAS പാസ്സായി, ഒരു കളക്ടറായി, അല്ലെങ്കിൽ ഇന്ന സർവീസിൽ എനിക്കാകണം. അതിനുവേണ്ടി ഞാൻ ജീവിക്കുന്നത്. വേറെ ആളോട് ചോദിക്കുമ്പോൾ പറയും, എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കാണും. എന്നാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ദൈവത്തിന് വേണ്ടി ജീവിക്കുക. എൻ്റെ ചില വചനങ്ങളിലേക്ക് ഞാൻ വരാം. എന്തായാലും അതിനു മുമ്പ് ഞാനിതൊന്ന് പറയട്ടെ. ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഗുണമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കൊടുക്കേണ്ടെന്നോ, അല്ലെങ്കിൽ സമയം കൊടുക്കേണ്ടെന്നോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പ്രൈമറി ഗോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതാണെങ്കിൽ ഉള്ള ഗുണം, താഴെ കിടക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്കങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ഓൾ ഐ ആം ലിവിങ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്. ഇതൊക്കെ നടന്നില്ലെങ്കിലും എന്താ? അതെ, ഇങ്ങനെ നമുക്കിതിനെല്ലാം അങ്ങ് വേവ് ഓഫ് ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത്, നമുക്ക് ചുറ്റും ഇങ്ങനെ സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നിൽക്കുന്നത് കൊണ്ട് ലെറ്റ്സ് ത്രോ ഓഫ് എവ്രിതിങ് ദാറ്റ് ഹിൻഡേഴ്സ്, നമ്മളെ തടുക്കുന്ന സകലവും വലിച്ചെറിഞ്ഞു കളയാൻ. ആൻഡ് ദ സിൻ ദാറ്റ് സോ ഈസിലി എൻറ്റാങ്കിൾസ്, നമ്മളെ വല്ലാതെ പെട്ടെന്ന് വരിഞ്ഞു മുറുക്കുന്ന പാപങ്ങളിൽ കുരുങ്ങിപ്പോകരുത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നല്ലൊരു ഓട്ടക്കാരനാണ്, സ്പ്രിൻ്റ് ഓടും, മാരത്തനോടും, എല്ലാവരേക്കാളും മുമ്പിലോടും. പക്ഷേ ഇത്രയും വലിയ ഒളിമ്പിക്സിൽ പോയാൽ പോലും കിട്ടും സ്വർണ്ണ മെഡൽ. ആ രീതിയിൽ ഓടുന്ന ഒരാളാണ് നിങ്ങൾ എന്നിരിക്കട്ടെ. പക്ഷേ നിങ്ങൾ 2 കാലിലും കയറുകൊണ്ട് വരിഞ്ഞ് മുറുക്കി കെട്ടി ഒരു വലിയ ഇരുമ്പ് കുറ്റിയിലേക്ക് കെട്ടിയിട്ടാൽ ഓടുമോ? അവിടെ കിടക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പല പാപ സ്വഭാവങ്ങൾ, അഡിക്ഷൻസ്, പാപപ്രവൃത്തികളിലുള്ള അടിമത്വങ്ങൾ. ഇത് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിൽ നിന്നും ഈ കാല് കെട്ടിയിരിക്കുന്നത് പോലെ പുറകിലേക്ക് പിടിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഇത് കേൾക്കുന്ന പലർക്കും ഒരു വിടുതലുണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നിങ്ങൾ കാണും. യെസ്.
നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷനിൽ ഒതുങ്ങിപ്പോകേണ്ടവരല്ല. മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ഒരുക്കുന്നു ഗ്ലോ 2024 വിമൻസ് കോൺഫറൻസ് ഓൺ November 8th and 9th അറ്റ് ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച്. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ കലണ്ടേഴ്സ് ഓൺ November 8th and 9th at Blessing Today International Church and we will see you there. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഭാരവും മുറുകെ പറ്റുന്ന പാപവും. എല്ലാവരും പറഞ്ഞേ, 2 കാര്യങ്ങൾ. ഭാരം, ഭാരങ്ങൾ. ഇങ്ങനെ ഓർക്കുക, ഈ വാരിയല് കൊണ്ടുള്ള ഈ കൂട്ടിനകത്ത്, റിബ്കേജിനകത്ത് ഒരു ഹാർട്ടുണ്ടല്ലോ. ആ ഹാർട്ടിലോട്ട്, ആ ഹാർട്ട് തന്നെ ഒരു മനുഷ്യനിങ്ങനെ പിടിച്ചാൽ ഇതാണ് അതിൻ്റെ വലിപ്പം പറയപ്പെടും. ഈ ഹാർട്ടിലേക്ക് ഒരു 5 കിലോഗ്രാം ഭാരമുള്ള ഒരു വെയിറ്റ് കെട്ടിത്തൂക്കുക എന്നിരിക്കട്ടെ. എന്ത് സംഭവിക്കുക? ആ ഹാർട്ടങ്ങ് പറഞ്ഞ് തൂങ്ങി, ചിലപ്പോൾ ആ വാൽവിൻ്റെ ഒക്കെ കണക്ഷൻ ഉണ്ടല്ലോ, അതും കൂടി പറഞ്ഞ് തൂങ്ങി താഴെ പോവില്ലേ? ഇതുപോലെ നമ്മുടെ അകത്ത് ഭാരങ്ങൾ ഇങ്ങനെ നമ്മളെ വലിച്ച് താഴേക്ക് ഇരുത്തും. ഇതുപോലെ തന്നെ ഈ നല്ല ഓട്ടക്കാരനാണ് നേരത്തെ പറഞ്ഞ പോലെ, ആ മനുഷ്യൻ്റെ ഈ ഷോൾഡറിലും കഴുത്തിലൂടെയൊക്കെ വലിയ റൗണ്ടിലുള്ള തിരികല്ല് പോലെ, മിൽ സ്റ്റോൺ പോലെ ഇത് കെട്ടിയിട്ടാൽ ഒളിമ്പിക്സിലായാലും എവിടെ പോയാലും മത്സരിച്ചാൽ ഓടിയാൽ വിജയിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒത്തിരി പേർക്കും ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപങ്ങളും പുറകിലേക്ക് സ്റ്റേ വയറുകൾ പോലെ പിടിക്കുക. ഈ പിടുത്തത്തിലാണ് പലർക്കും ജീവിതത്തിൽ പ്രോഗ്രസ് ഇല്ലാതെ പോകുന്നത്. സഹോദരങ്ങളെ, എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകണം. ഈ വർഷം നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകണം. ആഗ്രഹമുണ്ടോ? ഇതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാമോ? കൊച്ചു കാര്യങ്ങൾ പലതും നമ്മളെ ഇങ്ങനെ താഴേക്ക് വലിച്ചിരുത്തുമ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭാരങ്ങളില്ലാത്ത മനുഷ്യരിൽ എല്ലാവർക്കും ഭാരമുണ്ട്. എന്നാൽ ആ ഭാരത്തെ യേശു ഇങ്ങനെ നിൽക്കുക, കുഞ്ഞത്താ, നിന്റെ ജീവിതത്തിൻ്റെ ഭാരം, കൊച്ചു നൊമ്പരങ്ങൾ, വലിയ നൊമ്പരങ്ങൾ, തീവ്രമായ നൊമ്പരങ്ങൾ എല്ലാം എൻ്റെ കയ്യിൽ കിട്ടുക, താ, ഞാൻ ചുവന്നോളാം. നിന്റെ ഭാരവും ചുവന്നോളാം, നിന്നെ ചുവന്നോളാം, താ കുഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഇങ്ങനെ നിൽക്കുന്നു. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും. എന്ന് മാത്രമല്ല, എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുക. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ. എൻ്റെ നുകം മൃദുവും എൻ്റെ ഭാരം ലഘുവുമാകും. വളരെ കുറച്ചേ ഉള്ളൂ, കൊച്ചു ഭാരം, ഇത് മാത്രമേ ഉള്ളൂ. വാ. ഇങ്ങനെ ബേർഡൻ ലിഫ്റ്ററായി, ബേർഡൻ കാരിയറായി നിൽക്കുന്ന യേശുവിൻ്റെ കയ്യിലേക്ക് നമ്മുടെ ചെറുതും വലുതുമായ ഭാരങ്ങൾ, 5 കിലോഗ്രാം ഭാരമുള്ളത്, 500 കിലോഗ്രാം ഭാരമുള്ളത്, 5 ടൺ ഭാരമുള്ളത്, ഇതാ പിടിച്ചോ, യേശുവെ ഞാൻ തരുന്നു എന്ന് പറഞ്ഞാൽ ദ മൊമെന്റ് ഇറ്റ് വിൽ ഗോ ഓഫ്, അത് പോവും. ഓക്കെ, എന്നിട്ട് 2ാമത്തെ വചനത്തിൽ പറയാം, ഫിക്സിങ് അവർ ഐസ് ഓൺ ജീസസ്. യേശുവിൽ കണ്ണു പതിപ്പിക്കുക. ദ പയനിയർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവൻ. The joy set before him, for the joy set before him, he endured the cross, scorning its shame, and sat down at the right hand of the throne of God. അപ്പോൾ അവനും ഈ നേരത്തെ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് പറയും. ഇവരെല്ലാവരുടെയും, അവരെല്ലാവരും ഒരു ക്യാപ്റ്റനും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവ്. ആ യേശു കർത്താവ്
അവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് തൻ്റെ മുമ്പിൽ വെച്ചിരുന്നൊരു മഹാസന്തോഷം. ഓട്ടക്കളത്തിൽ ഒരു റേസിൽ ഓടുന്നവർക്ക് ഓടുമ്പോൾ ഓരോ കിതച്ച് തളർന്ന് വിയർത്ത് പാൻറ് ചെയ്ത് ഓടുമ്പോഴും കണ്ണിലൊരു സാധനമുണ്ട്, ട്രോഫി, ഒരു മെഡൽ അല്ലെങ്കിൽ ആ ട്രോഫി, ഫസ്റ്റ് പ്രൈസ്, ഇതാണ് ഉള്ളിലുള്ളത്. ആ പീഠത്തിലേക്ക് കയറി നിൽക്കുമ്പോൾ സ്റ്റേഡിയം മൊത്തമുള്ള ആളുകൾ കരഘോഷത്തോടുകൂടെ ഇതടിക്കുമ്പോൾ ലോകം മുഴുവൻ ലൈവായി അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആ സന്തോഷം, അപ്രീസിയേഷൻ, ആ പ്രശംസ. ഇതുപോലെ യേശു കർത്താവ് തൻ്റെ ഓട്ടം തികച്ചത് എങ്ങനെയാണ്? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന വലിയ സന്തോഷം. തോളിലിരിക്കുന്നത് ക്രൂശ്, തൻ്റെ മുമ്പിലിരിക്കുന്ന വലിയ സന്തോഷം അല്ലെങ്കിൽ വലിയ ക്രൗൺ. ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ടെ, ഇഫ് യു ക്യാൻ ക്യാരി ദ ക്രോസ് ഓൺ ദ ഷോൾഡേഴ്സ്, ഇൻ ദ ടുമോറോസ് യു വിൽ വെയർ ദ ക്രൗൺ ഓൺ യുവർ ഹെഡ്. ഇന്ന് തോളിൽ ക്രൂശ് ചുമക്കുന്നവർക്ക് നാളെ ശിരസിൽ കിരീടം വച്ചു തരും. കമൻറ്റ് സെക്ഷനിൽ അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ എല്ലാവരും? ഇന്ന് തോളിൽ ക്രൂശ് ചുമക്കാൻ തയ്യാറുള്ളവർക്ക് നാളെ ശിരസിൽ കിരീടം വെച്ച് തരും. കർത്താവ് കിരീടം തരും. അപ്പോൾ യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഇതൊക്കെ അലക്ഷ്യമാക്കി എന്ന് വെച്ചാൽ സഹനങ്ങൾ, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ പാപികളാൽ ഒത്തിരി താൻ സഹിച്ചു. ഒത്തിരി പേരും ചിന്തിക്കുന്നത് യേശു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ, പ്രത്യേകിച്ച് അവസാനത്തെ ദിവസം, പ്രത്യേകിച്ച് അവസാനത്തെ മണിക്കൂറുകൾ ആണ് ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന കഷ്ടത ഉണ്ടായത്. നോ സർ, നോ. തൻ്റെ ജീവിതകാലം മുഴുവൻ ജനിച്ച് വീണ സമയം മുതൽ, വേണ്ട ജനിക്കുന്നതിന് മുമ്പ് മുതൽ താൻ തിരസ്കരിക്കപ്പെട്ടു. കാരണം തൻ്റെ വളർത്തുപിതാവാകേണ്ട തൻ്റെ മാതാവിൻ്റെ പ്രതിശ്രുത വരൻ അവളെ ഇട്ടിട്ട് പോകാൻ പോവുക. ബിക്കോസ് ഓഫ് ഹിം അവിടെ മുതൽ അങ്ങോട്ട് പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ എന്ന് പറയുന്ന ഒരു പാപവുമില്ലാത്തൊരു പളുങ്ക് നിർമ്മല കുഞ്ഞ്, ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഒരു പാപവുമില്ലാത്ത വ്യക്തിത്വം പാപികളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ വിമ്മിഷ്ടമുണ്ട്. അത് ജീവിതകാലം മുഴുവൻ യേശു കർത്താവ് സഹിച്ചു. അതിൻ്റെ ഏപെക്സ് ആയിരുന്നു പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. അത്രയും സഹിച്ചത് എന്താണ്? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം. എൻ്റെ സഹോദരങ്ങൾ, എന്നെ ഒന്ന് നോക്കിയേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾക്കും സഹനങ്ങൾക്കും ദുരിതങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. അതിനെ ഒരു വര വരച്ചിട്ടുണ്ട്, അവിടെ വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സന്തോഷമാണ്. വിശ്വാസമായില്ല, അതുകൊണ്ടാണ് ചിലരൊന്നും ചിരിക്കാത്തത്. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ചിരിക്കുള്ളൂ. കാരണം ചില സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ കർത്താവ്, ഈ ക്ലോക്കിലെ സൂചി ഒന്നും അനങ്ങുന്നില്ലല്ലോ മര്യാദക്ക്, ഇതെന്ത് ഇത്ര സ്ലോ? അത്രയ്ക്ക് കഠിനമായ മെൻ്റൽ ആഗണിയിലൂടെ പോയ കാലങ്ങളുണ്ട്. എന്താ ഒരിക്കലും ഇത് മാറില്ല, ഒരിക്കലും ഞാൻ സന്തോഷിക്കില്ല, ഒരിക്കലും എനിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാകില്ല എന്ന് ഞാൻ ഇങ്ങനെ ജീവിക്കും. നോ സർ, കർത്താവിൻ്റെ അവസ്ഥ മാറ്റി. ആ കർത്താവ് നിങ്ങളുടെ അവസ്ഥയെ മാറ്റും. ഇന്ന് കരയുന്നെങ്കിൽ നാളെ നിങ്ങൾ സന്തോഷിച്ച് ചിരിക്കും. ഇന്ന് രട്ടിലും വെണ്ണീറിലുമാണ് ഇരിക്കുന്നതെങ്കിൽ നാളെ ഉത്സവ വസ്ത്രവും നല്ല ഉടയാടകളും സെലിബ്രേഷൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും ഒക്കെ ധരിപ്പിച്ച് സന്തോഷത്തിൻ്റെ പാട്ട് പാടാനും ദൈവനാമ മഹത്വത്തിനായി സാക്ഷ്യം പറയാനും ദൈവം നിങ്ങളെ സഹായിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. വിശ്വാസം അല്ലെങ്കിൽ വേണ്ട, വിശ്വസിച്ചാൽ നിങ്ങളത് കാണും. പ്രൈസ് ഗോഡ്. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് തോളിൽ ക്രൂശ് ചുമക്കുന്നവരെ, ഇന്ന് തലയിൽ മുൾക്കിരീടം വെച്ചിട്ടുള്ളവരെ, നാളുകളിൽ തോളിലെ ക്രൂശ് മാറും. ശിരസിലെ മുൾക്കിരീടം സന്തോഷത്തിൻ്റെ കിരീടമായി രത്നങ്ങൾ കൊണ്ടും വൈഡൂര്യങ്ങൾ കൊണ്ടും
വിശേഷമായ പണിത്തരങ്ങളുള്ള ഗ്ലിറ്ററിങ്, ഗ്ലോയിങ്, റേഡിയൻറ്റ്, ബ്രില്യൻറ്റ് കിരീടം കർത്താവ് തലയിൽ വെച്ച് തരും. ഞാൻ ഇനി നേരത്തെ എൻ്റെ ഉള്ളിലേക്ക് വന്നൊരു വചനഭാഗം ഞാൻ വായിക്കാൻ പോവാം. ഗലാത്യ ലേഖനത്തിലേക്ക് വരാം. ഓക്കെ, 2-ാം അധ്യായം എടുക്കുക, 20-ാമത്തെ വചനം എടുക്കുക. അവിടെ പറയുന്നത്, ഐ ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ഐ നോ ലോnger ലിവ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. വാട്ട് ആൻ എക്സ്ചേഞ്ച്, വാട്ട് എ ഡിസിഷൻ, വാട്ട് കൈൻഡ് ഓഫ് എ ലൈഫ്. ഇനി എനിക്ക് വേണ്ടിയല്ല ജീവിതം. നോ ആംബിഷൻസ് ഓഫ് മൈ ഓൺ, നോ ഡ്രീംസ് ഓഫ് മൈ ഓൺ. ഐ ഹാവ് ഗിവൺ ഓവർ ഓൾ മൈ ലൈഫ് ടു ദ ഹാൻഡ്സ് ഓഫ് ജീസസ്. എൻ്റെ ജീവിതം ഞാൻ കൊടുത്തു. ഓക്കെ, ഐ നോ ലോnger live, but Christ lives in me. Christ is alive in me. കേൾക്കുന്നുണ്ടോ? ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. His dreams, His visions, His thoughts, His wisdom, His spirit. ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിൽ ജീവിക്കുന്നു. The life I live now, the life I now live in the body. ഇപ്പോൾ ഞാൻ ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നത് I live by faith in the Son of God. പുത്രനിലുള്ള അല്ലെങ്കിൽ ദൈവപുത്രനിലുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതം. Who loved me and gave himself for me. അവൻ എന്നെ സ്നേഹിച്ച് തന്നെ എനിക്ക് വേണ്ടി തന്നു. തിരിച്ച് ഞാനും എൻ്റെ അങ്ങോട്ട് കൊടുത്തു, എൻ്റെ ജീവിതവും കൊടുത്തു. ഈ ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് ലവ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഡെഡിക്കേഷൻ ആൻഡ് സാക്രിഫൈസ്, അതാണ് ക്രിസ്തീയ ജീവിതം. അത് ഒത്തിരി പേർക്കറിയില്ല. ഈ പൗലോസിൻ്റെ BC എടുത്താൽ എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് ലൈഫ് എടുത്താൽ, ക്രിസ്തുവിനെതിരെയും ക്രിസ്തുവിൻ്റെ സഭയ്ക്കെതിരെ ദൈവമക്കൾക്കെതിരെ പൂർണ്ണമായ ബലത്തോടെ, കഴിവിൻ്റെ പരമാവധി ഉപദ്രവിക്കുകയും നശിപ്പിക്കുകയും ചെയ്ത ആളാണ്. ദൈവസഭയെ ഉപദ്രവിച്ചവനാണ്. എന്നാൽ ഒരൊറ്റ എൻകൗണ്ടറിൽ യേശു കർത്താവിന് ഒന്ന് കണ്ടേ ഉള്ളൂ, അവൻ്റെ വാക്കൊന്ന് കേട്ടേ ഉള്ളൂ, എല്ലാം അങ്ങ് തിരിഞ്ഞു. നമുക്ക് ആവശ്യം അതാണ്, ഒരൊറ്റ സ്പർശനം. കർത്താവ് ഒന്ന് തൊട്ടാൽ മതി, എല്ലാം മാറുന്നേ. ഞാനല്ല പറയും, കർത്താവിൻ്റെ ഒരു സ്പർശനം വേണോ? കർത്താവ് അവസ്ഥകളെ മാറ്റണോ? വിശ്വസിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ലൈഫിലേക്ക് വരാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? സ്വന്തമായതൊക്കെ ഒന്ന് മാറ്റിവെച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്നവന് വേണ്ടി ജീവിക്കാൻ ഒരു തീരുമാനം എടുക്കാം. കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അതുണ്ടാകട്ടെ. ഇതിൽ ജീവിതത്തിൽ ഒത്തിരി മീൻസ് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം മുറിയെ പണിയെടുക്കുന്നു, പക്ഷെ ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്കൊരു വലിയ വ്യത്യാസം ഉണ്ടാകട്ടെ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പരാതി പറയുന്ന, കരയുന്ന പത്രോസും കൂട്ടരും പോലെ ആയിരിക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ ലാഭകരമായ രീതിയിൽ, വലിയ റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ അവരുടെ പ്രൊഫഷണൽ ജോലിയിൽ മറ്റെല്ലാത്തിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൈഗ്രെയിൻ ഹെഡേക്സ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട്. ആരുടെയോ സിഗരറ്റ് പുകവലിക്കുന്ന സ്വഭാവം ഇപ്പോൾ മാറിപ്പോവുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള അഡിക്ഷൻസ് നിങ്ങളുടെ ശരീരത്തെ വല്ലാതെ ആരോഗ്യത്തെ പോലും പിടിച്ചുലക്കുന്ന ഭയങ്കരമായ ചില അഡിക്ഷൻസ്, ദുസ്വഭാവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വെട്ടിക്കളയുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് സംഭവിക്കട്ടെ. ഏതൊരാൾ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ അത് റിസൈൻ ചെയ്ത് സ്വന്തമായ എന്തോ സ്ഥാപനം തുടങ്ങിയോ ബിസിനസ് തുടങ്ങിയോ ചെയ്തിട്ട് കടത്തിൽ അവസാനിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തി, ചിലപ്പോൾ പലരും കാണും, എന്നെ കാണുന്നുണ്ട്. ഇനി എനിക്കൊരു ഭാവിയുണ്ട്. അതുപോലെ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ആ വീണുപോയ കുഴിയിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ അവർ ഉയർന്നു വരട്ടെ.
വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കാറിന് 4 വീലുണ്ട്, അതിൽ ഒരെണ്ണം പഞ്ചറായാൽ ആ വണ്ടി മുന്നോട്ട് പോകാത്തതുപോലെ പോയാലും അറിയാമല്ലോ എങ്ങനെ ഓടുന്നു. ഒരു വീട്ടിൽ 4 പേർ, അതിൽ ഒരാൾക്ക് എന്തൊരു കുഴപ്പം സംഭവിച്ചിട്ട് അതിനാൽ ബാക്കിയുള്ള 3 പേരും തകരാറിലായിരിക്കുന്ന പോലുള്ളൊരു കുടുംബം യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൽ ഒരു വലിയ സമാധാനം ഉണ്ടാകട്ടെ. ആ പ്രശ്നം വന്ന ആ വ്യക്തിക്ക് വിടുതലുണ്ടാകട്ടെ. അതിന് വിടുതലുണ്ട് എന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്. അതുകൊണ്ട് ദുഃഖിക്കണ്ട, കർത്താവിൽ ആശ്രയിക്കുക. തിരുനാമത്തിൽ എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. നാളെ കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷനിൽ ഒതുങ്ങി പോകേണ്ടവരല്ല, മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ഒരുക്കുന്നു ഗ്ലോ 2024 വിമൻസ് കോൺഫറൻസ് ഓൺ November 8th and 9th അറ്റ് ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച്. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ കലണ്ടേഴ്സ് ഓൺ November 8th and 9th at Blessing Today International Church and we will see you there.